ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു നീറ്റിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ സമയത്ത് എന്നാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ അതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക എന്തൊക്കെ വീഡിയോസ് വേണമെങ്കിൽ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാവും പഠിക്കാൻ. എന്ന് വെച്ചാൽ എനിക്ക് രാവിലെയാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഒട്ടും റിലേറ്റബിൾ ആവാത്ത കുറേ കൂട്ടം ആളുകളും ഉണ്ടാവും കേട്ടോ. സോ ഞാൻ പറയുന്നത് ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഇതിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ടാവും. എന്താണെങ്കിലും ഞാനൊരു ദിവസം കുറേ മണിക്കൂർ പഠിക്കുന്ന ഒരാളായിരുന്നു. ഞാനിങ്ങനെ കുത്തിയിരുന്ന് കുറേ നേരം പഠിക്കൂലേ, അങ്ങനത്തെ ഒരാളായിരുന്നു. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം പഠിക്കും, കുറേ നേരം ബ്രേക്ക് എടുക്കും, കുറച്ച് നേരം പഠിക്കും. അങ്ങനത്തെ ആളുകളും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ നേരം പഠിച്ചാലാണ് ആ ഒരു സംഭവം ഉണ്ടാവില്ലേ, നമ്മുടെ മൈൻഡിൽ കുറേ നേരം പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ളൊരു സംഭവമുണ്ട്. കൂടുതൽ മാർക്ക് എന്നല്ല, കുറേ നേരം പഠിച്ചാൽ നമുക്ക് നമ്മൾ ആ ഒരു സീരിയസ്നെസ് കാരണമല്ലേ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നത്. നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടല്ലേ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കുറേ നേരം ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, കുറേ നേരം ഇരുന്ന് എനിക്ക് തോന്നുമായിരുന്നു ഞാൻ കുറേ പഠിക്കുന്നു കുറേ നേരം ഇരുന്നാൽ. പക്ഷേ അതൊരു തെറ്റായിരുന്നു ഞാൻ പിന്നീട് മനസ്സിലാക്കി. എൻ്റെ ഒരു ലേണിംഗ് മെത്തേഡ് അതല്ല ഞാൻ പിന്നീട് ഒരു MBBS കയറിയപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം നിർത്താതെ തന്നെ പഠിക്കുമായിരുന്നു. ബ്രേക്ക് എടുക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇനീഷ്യൽ ഫേസിലൊക്കെ, അതായത് നീറ്റിന് 2-3 മാസം മുന്നേ ഉള്ള ഫേസിൽ ഞാൻ കുറേ സിനിമകളൊക്കെ കാണുമായിരുന്നു ബ്രേക്കായിട്ട്. അന്നേ കുറച്ചുകൂടെ ബ്രേക്കൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്കുള്ള 3 മാസം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇരുന്ന് പഠിത്തം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യം കേട്ടോ പറയുന്നത്. ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ രാവിലെ ഇപ്പം ഞാൻ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇപ്പം കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ അതിന് മാത്രമേ ബ്രേക്ക് എടുക്കൂ. അത് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും കൂടെ ഒക്കെ അരമണിക്കൂർ, ഇപ്പം കുളിക്കാനും നിസ്കരിക്കാനും കൂടെ അരമണിക്കൂർ, ഭക്ഷണം കഴിക്കാൻ ഒരു 1/4 മണിക്കൂർ അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം മടുക്കുന്ന ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടാവും. ആ ഒരു സമയത്ത് ഞാനൊരു അരമണിക്കൂർ അങ്ങനെ വന്ന് TV കാണും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നല്ലാതെ വലിയൊരു സമയം കുറേ എടുക്കുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ 6-7 മണിക്കൂർ ഞാൻ എന്തായാലും ഉറങ്ങും. ഒരു കോംപ്രമൈസ് ഇല്ല. ഉറക്കം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പണ്ട് തൊട്ടേ. അപ്പം 6-7 മണിക്കൂർ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, 6 മണിക്കൂർ ഞാൻ ഉറങ്ങും, ഒരു 7 മണിക്കൂർ ഞാൻ ഉറങ്ങുമെന്ന് വെച്ച് നോക്ക്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം നമുക്ക് കുളിക്കാനും നിസ്കരിക്കാനും കൂടെ എനിക്കൊരു മണിക്കൂർ എടുക്കും. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനും വേറെ 1 മണിക്കൂറും കൂടെ കൂട്ടും. അപ്പം ഞാനൊരു ദിവസം സത്യമായ 15 മണിക്കൂറൊക്കെ പഠിക്കുമെന്ന് പറയുന്നു. ഒരു 13-15 മണിക്കൂർ ഞാൻ ഒരു ദിവസം എന്തായാലും പഠിക്കുമായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിളാണ് ഉണ്ടാവുക. അപ്പം അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എനിക്കത് മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ച് ബ്രേക്കൊക്കെ ഇടയ്ക്ക് എടുക്കേണ്ടിയിരുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുക ചെയ്യുക പഠിത്തം. കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ആണ്, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവണം. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പഠിക്കാൻ ഇരിക്കുന്നത് എനിക്ക് പേഴ്സണലി പിന്നീട് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ അത് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരുന്ന് വെച്ചാൽ ഞാൻ പഠിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് മോട്ടിവേറ്റ്, അപ്പം നമ്മൾ ചിന്തിക്കില്ല ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെ 15 മണിക്കൂറും 14 മണിക്കൂറൊക്കെ പഠിക്കാനിരിക്കാൻ പറ്റണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് പാട്ട് കേട്ട് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. കാരണം പാട്ട് കേട്ട് പഠിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ച് പേർക്കേ ഉണ്ടാവും. അത് എല്ലാവർക്കും ആ കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. എനിക്ക് ആ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പാട്ട് കേട്ടായിരുന്നു പണ്ടേ പഠിക്കാറ്. അപ്പം ഈ പാട്ട് കേട്ടിട്ട് എനിക്കിങ്ങനെ എൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, മോട്ടിവേറ്റിംഗ് സോങ്സ്. അതായത് ഈ മോട്ടിവേഷൻ തരുന്ന കുറച്ച് സോങ്സും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സോങ്സും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മോട്ടിവേഷൻ പോകുന്ന സമയത്ത് ഞാൻ വേഗം പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മോട്ടിവേറ്റിംഗ് സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം പഠിക്കുന്ന ഒരാൾക്ക് റിവൈസ് ചെയ്യാൻ സമയമില്ല. അപ്പം ഞാൻ എത്ര നേരം പഠിച്ചാലും റിവൈസ് ചെയ്യാറില്ല എന്നൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൂടുതൽ സമയം എനിക്ക് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഉറക്കം, ഇപ്പം ഞാൻ ഇപ്പോൾ 15 മണിക്കൂർ പഠിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പോയി 15 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഉറക്കം കളിയൊന്നും ചെയ്യരുത് കേട്ടോ. ഉറക്കത്തിനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂറും എന്തായാലും ഉറങ്ങണം. കാരണം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ എന്തായാലും റിഫ്രഷ്ഡ് ആവണം. അപ്പം നമ്മുടെ ബോഡി, നമ്മൾ ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയും നമ്മുടെ ഹെൽത്തും നമുക്ക് ആവശ്യം വരുന്ന ഒരു സമയമാണ് ഈ പഠിക്കുന്ന സമയം, ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ഈ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. പിന്നെ വേറെ കാര്യം, ഭക്ഷണം കഴിക്കുന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ല നല്ല ഫുഡുകൾ കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. ഞാൻ എത്രയോ കുപ്പി വെള്ളം കുടിക്കായിരുന്നു. ഞാൻ ഒരു 4-5 കുപ്പി വെള്ളം കുടിക്കായിരുന്നു കേട്ടോ നീറ്റിൻ്റെ സമയത്ത്. അത്രയും കുടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമുക്കൊരു ഹൈഡ്രേറ്റഡ് ആയ ഫീലിംഗ് ഉണ്ടാവും. ഒരു മടുപ്പും ചടപ്പും ഒന്നും വരില്ല. അപ്പം വെള്ളം കുടിക്കുക.
അപ്പോൾ കൂടുതൽ നേരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കം കളയല്ല വേണ്ടിയത്, ഉറങ്ങുകയാണ് വേണ്ടിയത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഹെൽത്തി ആവാൻ പറ്റും നമ്മളെ ബോഡിക്ക്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ചെയ്യണം. പിന്നെ നമുക്ക് കൂടുതൽ ടൈം ഇരിക്കാൻ ഞാൻ പറയാം, നമ്മളിപ്പം കൂടുതൽ ടൈം ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരാളാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിവാർഡ്സ് ഒക്കെ വെക്കുക. അതായത് ഈ സാധനം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ ഞാൻ ഒറ്റയടിക്ക് ഇരുന്ന് നല്ല എഫക്റ്റീവായി പഠിക്കുകയാണെങ്കിൽ ഞാൻ ആ 3 മണിക്കൂറിന് ശേഷം ഞാൻ മുന്നിൽ ആ ചോക്ലേറ്റ് വെക്കും. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റ് 5 സ്റ്റാർ ആണ്. അപ്പോൾ ഞാൻ മുന്നിൽ ഒരു 5 സ്റ്റാർ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് വെച്ച് ഞാനിങ്ങനെ എൻ്റെ ടെംപ്റ്റേഷൻ ആയിരിക്കും അത് കഴിക്കാനുള്ള. അത് ഞാൻ വേഗം 3 മണിക്കൂർ നന്നായി പഠിച്ചിട്ട് ആ 5 സ്റ്റാർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ്സ് വെക്കുക നിങ്ങൾ മനസ്സിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഇപ്പം ഞാൻ ചിലപ്പം വെക്കുന്ന സാധനം ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പൊതുവെ ചെയ്യാറ് ഈ മെഡിക്കൽ കോളേജസിലൊക്കെയുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നോക്കി വെച്ചിട്ട് ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം കാണണം, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണണം, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും റിവാർഡ്സ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം അത് ശരിക്കും നമ്മളെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ടെമ്പററി മോട്ടിവേഷൻ എല്ലാവരും തരും, പക്ഷെ അത് എല്ലാ ദിവസവും കീപ്പ് ചെയ്ത് പോവുക. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അതാണ് ആ ഡിസിപ്ലിനിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൈം ടേബിളോ നിങ്ങൾക്ക് അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ എല്ലാ ദിവസവും ആ ഒരു കൺസിസ്റ്റൻസിയിൽ എല്ലാ ദിവസവും പോകും. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമോ എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ലേ റിവാർഡ് വെക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ആവശ്യം ഉണ്ടാവും, എല്ലാ ദിവസവും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ഡിസിപ്ലിൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടോ അങ്ങനെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ടെമ്പററി ആയിട്ട് മാത്രം വെക്കാതെ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെ അത് ഉപകരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ കൺസിസ്റ്റൻസി ഈസ് ദ കീ, നോട്ട് ജസ്റ്റ് ടെമ്പററി മോട്ടിവേഷൻ. അപ്പം മാക്സിമം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി പോകാൻ നോക്കുക. എന്താ പറയുക, ഇപ്പം ഒരു ദിവസം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ഒരു സ്റ്റഡി പ്ലാൻ ആദ്യമേ ഉണ്ടാക്കുക. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ ഇപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ഇത്ര ചെയ്യും, രാത്രി എണീച്ച് ഇത്ര ചെയ്യും. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബ്രേക്ക് ആവും. അപ്പം അതൊന്നും പ്രശ്നം. ഇപ്പം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കുക, രാവിലെ എണീറ്റ് ഞാനിത് ചെയ്യും, രാത്രി ആകുമ്പോഴേക്കും ഇത് ചെയ്യും, ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യാനൊരു ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡ് ആയി ചെയ്തുകൊള്ളൂ. ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് നമ്മൾ രാവിലെ എണീറ്റ് പല്ലേക്കുന്നു, ഒരു ദിവസം കുളിക്കുന്നു, അതേപോലെ തന്നെ ആവും നമുക്ക് ഈ സാധനങ്ങളും കൺസിസ്റ്റന്റ് ആയിക്കോളും. നമ്മളോട് ആരും പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളോട് ആരും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ പറയാൻ. ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ടൈം ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം നിങ്ങൾ ഇരിക്കാൻ നോക്കുക. ബ്രേക്ക് എടുക്കേണ്ട അടുത്ത് ബ്രേക്ക് എടുക്കുക. നല്ല റിഫ്രഷ്ഡായി നല്ല രീതിയിൽ ഹെൽത്തി ആയി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പം ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുന്ന വീഡിയോസാണ്. അതൊക്കെ മാക്സിമം കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ കമൻറ്റിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതിനനുസരിച്ച് ഞാൻ മിക്കവാറും വീഡിയോസ് ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ്. ബൈ ഗൈസ്.